വിശദമായി ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെച്ചു. ടെലിഫോണിലൂടെ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തിയെന്ന ആക്ഷേപത്തിന്റെ പേരിലാണ് രാജി. തന്റെ രാജി കുറ്റസമ്മതമല്ലെന്നും ധാർമ്മികതയുടെ പേരിലാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. വിവരങ്ങൾ സിജു കണ്ണൻ നൽകും കോഴിക്കോട് നിന്നും. സിജു, ധാർമ്മികത മുൻനിർത്തി രാജിവെക്കുന്നു എന്ന് പറഞ്ഞ മന്ത്രി തന്റെ രാജി കുറ്റസമ്മതമല്ല, തന്റെ മുന്നണിക്കും തന്റെ സർക്കാരിനും ഒരു ധാർമ്മികതയുണ്ട്, അതിന്റെ പേരിലാണ് ഈ രാജി എന്ന് വ്യക്തമാക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് രാജിവെച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി വിശദമാക്കിയത്? മനു, ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഒരു സ്വകാര്യ ചാനലിൽ വന്ന ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തിനൊടുവിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്നും എ കെ ശശീന്ദ്രൻ രാജിവെച്ചത്. വിവാദമുണ്ടായി 4 മണിക്കൂറിന് ശേഷം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ തന്റെ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 11 മണിയോടുകൂടി വാർത്ത വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ LDF സർക്കാരിനും മറ്റ് മുന്നണിക്കും ഒരു തരത്തിലും ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ താൻ ചെയ്യില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇതിനുശേഷം നടന്ന വളരെ നിർണായകമായ ചർച്ചകൾക്ക് ശേഷമാണ് മന്ത്രി തന്റെ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന അശ്ലീല ചുവയുള്ള ഫോൺ സംഭാഷണം എന്ന രീതിയിലാണ് ഈ സ്വകാര്യ ചാനൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ വാർത്ത അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മന്ത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എത്തുകയായിരുന്നു. വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായ സാഹചര്യത്തിൽ മന്ത്രി ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്തും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം 3 മണിയോടുകൂടി ഔദ്യോഗികമായി തന്റെ രാജി, ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്നും തന്റെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് ഏത് സ്ത്രീയാണെന്ന് പോലും വ്യക്തമാകാത്ത, കൃത്യമായി ഓഡിയോ ലഭ്യമാകാത്ത ഒരു ഫോൺ സംഭാഷണമായിരുന്നു അത്. അതുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്ന് മന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ LDF-ഉം എന്ന മുന്നണിയും അതോടൊപ്പം തന്നെ സർക്കാരും താൻ ഇത്രയും കാലം തുറന്നു വന്നിരുന്ന രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഉയർത്തിപ്പിടിഞ്ഞ ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ട് താൻ രാജിവെക്കുന്നു എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ശരിയും തെറ്റുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഓഡിയോ സംഭാഷണവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഏത് രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഏത് ഏജൻസിയുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുന്നതിൽ തനിക്ക് വിരോധമില്ല എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമായി പറഞ്ഞു. സർക്കാരിൻ്റെ യശസ്സിന് കളങ്കമേൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമായി ഇത് മാറരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് മന്ത്രി തൻ്റെ രാജി പ്രഖ്യാപിച്ചത്. ഈ സമയത്ത് തന്നെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ മന്ത്രിക്കുണ്ടോ എന്നുൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ മന്ത്രി തയ്യാറായില്ല. പരാമർശ രൂപേണ മലപ്പുറം തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ എന്ന് മാത്രം പറഞ്ഞു പോവുകയാണ് എ കെ ശശീന്ദ്രൻ ചെയ്തത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന തൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നാൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട് എന്നുറപ്പാണ്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു വിവാദം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ താൻ ചെയ്യേണ്ട കാര്യം തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക എന്നതാണ്. താൻ ഇത്രയും കാലം തൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് താൻ തുടർന്നു വന്നിരുന്ന ഒരു മൂല്യങ്ങളെയും ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് താൻ ഈ രാജിവെക്കുന്നത് എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ LDF സർക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ മാസങ്ങളായി LDF സർക്കാരും തുടർന്നു വരുന്ന തങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കുക, സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന്റെ യശസ്സിനോ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കോ താൻ കാരണം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. എലത്തൂർ മണ്ഡലത്തിൽ MLA ആയി മത്സരിക്കുന്ന സമയത്ത് തന്നെ താൻ ഇക്കാര്യം തന്റെ വോട്ടർമാരോട് പറഞ്ഞതാണ്. ഏതെങ്കിലും തരത്തിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് വോട്ടർമാർക്ക് ഉറപ്പു നൽകിയതാണ്. അതോടൊപ്പം തന്നെ തന്റെ പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും തലയുയർത്തി തന്നെ നടക്കാൻ കഴിയണം. താൻ കാരണം ഇവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എവിടെയെങ്കിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും ഊന്നി എ കെ ശശീന്ദ്രൻ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമായും ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തുമെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചകളായി മാറിയിരുന്നു. ഈ സമയത്തെല്ലാം പ്രധാനമായും ഉയർന്നു വന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ആരാണ് പരാതിക്കാരി? ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറുവശത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് കൃത്യമായി ഇതിലെല്ലാം തന്നെ ഒരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകർ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ
വ്യക്തമായി ചോദ്യരൂപേണ തന്നെ മന്ത്രിയോട് ചോദിച്ചു. എന്നാൽ ആ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് രാജിവെക്കാതിരിക്കാനാണെങ്കിൽ നിരവധി കാരണങ്ങളുണ്ട്. പക്ഷേ താൻ ഇത്രയും കാലം തന്റെ പൊതുജീവിതത്തിനിടയിൽ തുടർന്നു വന്ന ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് താൻ രാജിവെക്കുന്നു. സ്വാഭാവികമായും ഒരു മന്ത്രി എന്ന രീതിയിൽ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നാൽ സർക്കാരിന് അക്കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ട സാഹചര്യം വരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ താൻ ഈ സമാനമായ സാഹചര്യത്തിൽ പല വിവാദങ്ങളും ഉണ്ടായപ്പോൾ പലരുടെയും രാജി ആവശ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ വിശ്വസിക്കുന്നത് ഈ ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരിക്കൽ പോലും ആ മന്ത്രിസ്ഥാനത്ത് താൻ ഉണ്ടാകാൻ പാടില്ല. മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അത്തരത്തിലൊരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ അന്വേഷണത്തെ താൻ നേരിടുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കും. അതിനുള്ള ഒരു സാഹചര്യം താൻ ഉണ്ടാക്കുന്നില്ല എന്നാണ് മന്ത്രി വ്യക്തമായി പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും ഈ രാജി വളരെ പെട്ടെന്ന് തന്നെ വിവാദമുണ്ടായി 3-4 മണിക്കൂറുകൾക്കകം തന്നെ രാജിവെക്കുമ്പോൾ ഒരിക്കൽ പോലും ഇതൊരു കുറ്റസമ്മതമായി വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന് AK ശശീന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. തെറ്റും ശരിയും ഈ വിഷയത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതൊരു വിവാദത്തിലും തെറ്റും ശരിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തെറ്റും ശരിയും പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ തനിക്ക് കഴിയില്ല. ധാർമ്മികത ഊന്നിക്കൊണ്ട് തന്റെ രാജി ഞാൻ ഇവിടെ അറിയിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചിരുന്നു. ആ സമയത്ത് വ്യക്തിയധിഷ്ഠിതമായി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയും എന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. തന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ദേശീയ നേതൃത്വവുമായി അടക്കം ബന്ധപ്പെട്ടപ്പോഴെല്ലാം ഈ രീതിയിലുള്ള മറുപടിയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി തന്നെ ഇക്കാര്യത്തിൽ താൻ ഒരു നിലപാടെടുത്തുകൊണ്ട് മാറി നിൽക്കുകയാണ്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമ നടപടികൾക്ക് മുതിരുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു മറുപടി നൽകാൻ തയ്യാറല്ല. കാരണം ഏത് തരത്തിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും തന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അത് മറ്റൊരു രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ശരിയും തെറ്റും ഇതിൽ കണ്ടെത്തേണ്ടതുണ്ട്. അത് സർക്കാരും മുഖ്യമന്ത്രിയും ഇടപെട്ടുകൊണ്ട് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. പൂർണ്ണമായും നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിലവിലൊരു പരാതിക്കാരിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ തന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AK ശശീന്ദ്രൻ തന്റെ രാജി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുകയായിരുന്നു. മനു, ശരി, ഞാൻ വരാം സിജുവിലേക്ക്. വളരെ വേഗത്തിൽ നമുക്കൊരു ചെറിയ ഇടവേള പോകേണ്ടി വരുന്നു. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ സിജുവിലേക്ക് എത്താം. ഒപ്പം തന്നെ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. മറ്റ് സമഗ്രമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ അതിഥികളെയും പ്രതീക്ഷ. കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയാണ് AK ശശീന്ദ്രൻ തന്റെ രാജി പ്രഖ്യാപിച്ചത്. തന്റെ ധാർമ്മികത മുൻനിർത്തി രാജിവെക്കുന്നത് തന്റെ കുറ്റസമ്മതമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം തിരികെ വരാം. എന്നെക്കുറിച്ച് ഇന്നത്തെ ചില മാധ്യമങ്ങളിൽ എന്നെ ഒരു ആവശ്യത്തിന് സമീപിച്ച ഒരു വനിതയുമായി ഞാൻ സഭ്യതരമായ ഭാഷയിൽ വർത്തമാനം പറയുകയുണ്ടായി എന്ന വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ എന്നെ ഏതാവശ്യത്തിന് സമീപിക്കുന്ന ആരോട് നല്ല നിലയിൽ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ സമീപിക്കുന്നത് എങ്കിൽ പോലും പരമാവധി നല്ല നിലയിൽ സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് ഇതുവരെയായി. എൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു വീഴ്ച
സംഭവിച്ചിട്ടുള്ളതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ആരോടെങ്കിലും ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. ഈ കാര്യത്തിൽ ശരി തെറ്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇതിലെ ശരി തെറ്റുകൾ അദ്ദേഹം വസ്തുനിഷ്ഠമായി ഏത് ഏജൻസിയെ വെച്ച് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞാനും നാളിതുവരെ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. എൻ്റെ പേരിൽ എൻ്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനും തലകുനിച്ച് നിൽക്കേണ്ടി വരികയില്ല എന്നതാണ് ഞാൻ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട്. എലത്തൂർ നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തും ഞാൻ വോട്ടർമാരോടും പറഞ്ഞിട്ടുള്ളത് എന്നെ ഓർത്ത് ലജ്ജിക്കേണ്ട ഒരു സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കുകയില്ല എന്നാണ്. മാധ്യമലോകം ഈ വാർത്ത നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കുന്നതിലൂടെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ വോട്ടർമാരും കേരളത്തിലെമ്പാടുമുള്ള എൻ്റെ പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്കും അവരുടെ എന്നെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. LDF സർക്കാരാണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ ആദ്യത്തെ കടമ ശരിതെറ്റ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാഷ്ട്രീയ ധാർമ്മികതയെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വിവരം ഞാൻ അല്പസമയത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെച്ച് ഒഴിയുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല, മറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ യശസ്സ്, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ അന്തസ്സ്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്. കോഴിക്കോടെ മാധ്യമപ്രവർത്തകന്മാർ ഞാൻ മന്ത്രിയാകുന്നതിനും മുമ്പ് തന്നെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായ സഹകരണവും നൽകിയിട്ടുള്ളവരാണ്. മന്ത്രിയായതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നൽകിയ ആ പ്രോത്സാഹനത്തിന്, പിന്തുണയ്ക്ക് ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും എൻ്റെ പൊതുജീവിതത്തിൽ നിങ്ങളുടെ ഉപദേശവും സഹായ സഹകരണവും നിർദ്ദേശവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ്, സംഭാഷണമാണ് കണ്ടത്. കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മന്ത്രി തന്റെ രാജി പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടതിന് ശേഷം തിരികെ വരാം. അല്ല, മലപ്പുറത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏർപ്പെട്ടിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ അന്വേഷിക്കുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ എനിക്ക് വേണ്ടത്
എൻ്റെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അന്തസ്സ് ഉയർത്തുകയുമാണ് എൻ്റെ ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അത് അന്വേഷിക്കട്ടെ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹം സ്വാഭാവികമായും ശ്രമിക്കുമല്ലോ. പാർട്ടിയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇത് സംബന്ധിച്ച്? അങ്ങനെ കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് അല്ല, എൻ്റെ ഒരു നിലപാട്, എനിക്ക് ആരെക്കുറിച്ചും പരാതിയില്ലാത്ത ആളാണ് ഞാൻ. അയ്യോ, ഞാനിങ്ങനെ രാജി പറഞ്ഞല്ലേ ഉള്ളൂ. രാജി പറയും മുമ്പ് ഇങ്ങനെ അങ്ങനെ ഒരു ചർച്ച നടക്കുക? ഞാൻ ആ മംഗളം വാർത്ത ശ്രദ്ധിച്ചിട്ടില്ല കാണാൻ പറ്റില്ല. ഇവിടെ എത്തിയപ്പോൾ ഞാൻ വഴിക്കുന്നതാണ് ഇതൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനതിലെ ശരിതെറ്റുകളെക്കുറിച്ച് ഇപ്പോൾ പോകുന്നില്ല. അത് അന്വേഷിക്കട്ടെ. എൻ്റെ ഉത്തമ ബോധ്യം ഞാനങ്ങനെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ്. ശരിതെറ്റ് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ടും അങ്ങൊരു ലൊക്കേഷൻ പറഞ്ഞാണ് സംസാരിക്കുന്നത്. ഗോവ അടുത്ത കാലത്തെങ്ങാനും ഈ ഒരു സംഭവം നടന്നതായിട്ട്, പ്രത്യേകിച്ച് ഗോവയിൽ പോയി ഇത്തരത്തിലൊരു ആരെങ്കിലുമായി സംഭാഷണം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയിലുണ്ടോ? മന്ത്രിയാകുമ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ഓർമ്മ കാണുമല്ലോ. ഗോവയിൽ ഞാൻ പോയി എന്നുള്ളത് സത്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ പ്രചരണാർത്ഥം ഗോവയിൽ പോയിട്ടുണ്ട്. താങ്കൾക്ക് മന്ത്രിസ്ഥാനം തരുന്ന കാലത്ത് സ്വാഭാവികമായും താങ്കൾക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അതിങ്ങനെ നീണ്ടു പോകുന്ന 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളത് ഒഴിഞ്ഞു കൊടുക്കുന്നുള്ള ധാരണയാണ് പലർക്കും ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അത് നടക്കില്ല എന്ന് വേറെ തരത്തിലും അറിയാം. അങ്ങനെ വല്ല നീക്കം എൻ്റെ പുറകിലുണ്ടായിരുന്നു. അത് ശിക്ഷാനല്ല, ഞാൻ ഇവിടെ കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ വല്ല ശിക്ഷയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഘട്ടത്തിൽ ആരെക്കുറിച്ചും ഞാൻ ഒരു സംശയവും ഉന്നയിക്കുന്നില്ല. അല്ല, ഞാൻ ഇങ്ങനെ ഒരു സംഭവമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് AK ശശീന്ദ്രൻ പേരെന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ ഒരു മാധ്യമത്തിൽ ശബ്ദം ഇങ്ങനെ പോരുന്നതുകൊണ്ടേ ഇരിക്കുകയാണ്. താങ്കൾ കേരളത്തിൻ്റെ മന്ത്രിയാണ്. താങ്കളുടെ ശബ്ദം അല്ലെങ്കിൽ അത് താങ്കൾ പറയണ്ടേ? താങ്കളൊരു മന്ത്രിയാണ്. അപ്പോൾ എൻ്റെ അല്ല, ഞാനത് കേട്ടിട്ടില്ല, എനിക്കറിയില്ല, ഗൂഢാലോചനയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമല്ല. താങ്കളെ പറ്റി ഒരു മാധ്യമം രാവിലെ മുതൽ ആരോപണം ഉന്നയിക്കുക. താങ്കൾ ഒരു സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പിട്ടിട്ട് ആരോപണം ഉന്നയിക്കുക. അപ്പോൾ താങ്കൾ പറയണം എൻ്റെ ശബ്ദമല്ല, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ക്ലിയർ ആണ്. അല്ല, ഞാനത് പറഞ്ഞല്ലോ, അതിൽ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാൻ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ലോ, എനിക്കതിനകത്തൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സംഭവമായി എനിക്ക് അല്ല, ഞാൻ നിങ്ങളോട് സത്യം പറയാമല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടിട്ടില്ല. ആ ക്ലിപ്പിംഗ് ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളായി ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട്. ഇവിടെ TV കാണുകയും ചെയ്യാം. താങ്കളത് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് താങ്കൾ അത് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം മാത്രമായി ഒരു വ്യാഖ്യാനിക്കാൻ കഴിയും. അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയത് മെറിറ്റിലേക്കല്ല. മെറിറ്റിലേക്ക് ഞാനിനി പോവുകയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മെറിറ്റിലേക്കല്ല പോയത്. ഇപ്പോൾ ഞാൻ പോയത് അതിൻ്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഞാനൊരു രാഷ്ട്രീയ ജീവിയാണ്. എനിക്ക് ഏറ്റവും പ്രധാനം, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രീയമായി ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ആ ഘട്ടം തരണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിപ്പോൾ എൻ്റെ തീരുമാനമായി. കാരണം എനിക്കൊരു തീരുമാനം എടുക്കണമായിരുന്നു. ആ തീരുമാനമെടുക്കാൻ സ്വാഭാവികമായി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തനിച്ചൊരു തീരുമാനമല്ലല്ലോ ഞാൻ എടുക്കുക. എനിക്ക് എൻ്റെ അഖിലേന്ത്യാ നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. മുന്നണി നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഞാൻ ഒരു വളച്ചുകെട്ടില്ലാതെ പറയാം. നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് എനിക്കറിയില്ല. ഞാനതുകൊണ്ട് ഏറ്റവും ആദ്യം കണ്ടെത്തിയത് ഇത് ഒരു കാരണവശാലും ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ മുന്നണിക്കോ പാർട്ടിക്കോ എൻ്റെ പ്രവർത്തകന്മാർക്കോ പ്രശ്നമാകാതെ എന്ത് തീരുമാനമെടുക്കണം. ഇനി എനിക്ക് എൻ്റെ തീരുമാനമായി. ഇനി എനിക്ക് വസ്തുതാന്വേഷണത്തിലേക്ക് പോകാം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. അങ്ങ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താണ്? മുഖ്യമന്ത്രിയോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഈ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ ശശീന്ദ്രന് കഴിയുമല്ലോ. അതായത് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു? ഇല്ല, അദ്ദേഹം രാജി ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അറിയുന്ന ആളാണ്. അത് ഞാൻ പ്രത്യേകിച്ചൊരു ഉപദേശമൊന്നും തരുന്നില്ല. ഏറ്റവും ശരി ഏതാണ് എന്ന് ശശീന്ദ്രന് തോന്നുന്നുണ്ടെങ്കിൽ ആ ശരി ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്കിപ്പോഴും അദ്ദേഹത്തോട് വളരെ നന്ദിയാണ്. കാരണം
എൻ്റെ ഭരണത്തിലുടനീളം ഈ 1 കൊല്ലമേ ആയിട്ടുള്ളൂവെങ്കിലും എൻ്റെ തീരുമാനങ്ങൾ, ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തു വന്നാലും ആരദ്ദേഹത്തെ സമീപിച്ചാലും അത് ശരിയായ തീരുമാനമെടുക്കാൻ ശശീന്ദ്രൻ അറിയും, അദ്ദേഹത്തോട് സംസാരിച്ചാൽ മതി എന്ന അതിശക്തമായ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കാര്യത്തിലും ഞാൻ അദ്ദേഹത്തോട് വെച്ചത് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ശശീന്ദ്രന് നല്ലതുപോലെ അറിയാമല്ലോ. ഞാൻ അങ്ങോട്ടാണ് അദ്ദേഹത്തോട് രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിങ്ങനെ ഉപദേശം ചോദിക്കാൻ കാരണം മലപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഒരു യുദ്ധക്കളത്തിലാണ് മുന്നണിയുള്ളത്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയ ഉപദേശമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു. ശശീന്ദ്രൻ്റെ തീരുമാനം ഇതാണെങ്കിൽ അത് നല്ല തീരുമാനമാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. ഈ രാജിവെച്ചതിന് ഒരു പക്ഷേ ഈ വസ്തുതാന്വേഷണം കഴിഞ്ഞാൽ പക്ഷേ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റം മാത്രമായിട്ടാണോ ഇതിനെ കരുതുന്നത്? അല്ല, അങ്ങനെ ഇതിനൊരു ടൈം ടേബിളൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. രാജി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിയായി തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനൊരു രാഷ്ട്രീയം വന്ന പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കാനും കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ സമാനമായ സാഹചര്യങ്ങളിൽ മന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ എൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറ്റില്ലല്ലോ. മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപനത്തിൻ്റെ പൂർണ്ണമായ രൂപമാണ് കണ്ടത്.